ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്പർ സിസ്റ്റം ആൻഡ് ടൈപ്സ് ഓഫ് നമ്പറിനെ പറ്റിയാണ് പഠിക്കാം. സോ നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 10 ഡിജിറ്റ്സ് ആണ് വരുന്നത്. 10 ഡിജിറ്റ്സ് വെച്ചിട്ടാണ് എൻറ്റയർ നമ്പർ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ദാറ്റ് ഇസ് 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഈ 10 ഡിജിറ്റ്സിൻ്റെ ഡിഫറെൻറ്റ് രീതിയിലുള്ള കോമ്പിനേഷൻസ് ആണ് എല്ലാ നമ്പേഴ്സിനും വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 173, ഇതിലും 3 നമ്പേഴ്സ് ഈ 10 ഡിജിറ്റ്സിലെ ഏതെങ്കിലും 3 173. ഏത് നമ്പർ എടുക്കാനും 1003 ഇതെടുത്താലും 013. ഇതിലെ ഈ 9 ഇത് തന്നെയാണ്. ഈ ഡിജിറ്റ്സ് 10 ആണുള്ളത്. 0 to 9 10 ഡിജിറ്റ്സ് ആണുള്ളത്. ഈ ഡിജിറ്റ്സ് വെച്ചിട്ടാണ് എല്ലാ നമ്പേഴ്സും ഉണ്ടാകുന്നത്. ഇനി ടൈപ്സ് ഓഫ് നമ്പേഴ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ ബേസിക്കലി ഫസ്റ്റ് വരുന്നത് നാച്ചുറൽ നമ്പേഴ്സാണ്. നാച്ചുറൽ നമ്പേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ N. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നേച്ചറിൽ കാണാൻ കഴിയുന്ന കൗണ്ടിങ് നമ്പേഴ്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കാറുള്ളത്. കൗണ്ടിങ് നമ്പേഴ്സ് നമ്മൾ കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. 0 വെച്ചിട്ട് നമ്മൾ കൗണ്ട് ചെയ്യാൻ എന്തായാലും തുടങ്ങിയില്ല, കാരണം 0 എന്ന് പറയുമ്പോൾ ആ സാധനം ഇല്ല. സോ കൗണ്ടിങ് നമ്പേഴ്സ് തുടങ്ങുന്നത് 1 തൊട്ട് പിന്നെ അങ്ങോട്ടുള്ള പോസിറ്റീവ് നമ്പേഴ്സിനെ എല്ലാത്തിനെയും നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നു. 1, 2, 3 എക്സെട്ര എക്സെട്ര എക്സെട്ര. എത്ര സാധനങ്ങളാണ് കൗണ്ട് ചെയ്യാനുള്ളത്? അപ്പോൾ നമുക്ക് കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് യൂസ് ടു കൗണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഹോൾ നമ്പേഴ്സാണ്. ഹോൾ നമ്പേഴ്സിൻ്റെ ഒരു ഭാഗമാണ് കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണ്? ഹോൾ നമ്പേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ W, ക്യാപിറ്റൽ W, ആൻഡ് അതിൽ 0 ആൻഡ് ദ നാച്ചുറൽ നമ്പേഴ്സ്, 0 പ്ലസ് ദ കൗണ്ടിങ് നമ്പേഴ്സ്. അതായത് 0 കഴിഞ്ഞിട്ട് 1, 2, 3 സോ ഓൺ ആൻഡ് സോ ഓൺ. ഇതാണ് ഹോൾ നമ്പേഴ്സ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒപ്പം 0 വരുന്നതാണ് ഹോൾ നമ്പേഴ്സ് വരുന്നത്. ഇനി അത് കഴിഞ്ഞാൽ വരുന്നത് ഇൻറ്റീജേഴ്സ് ആണ്. Integers represented by the letter capital Z. Integers ഹോൾ നമ്പേഴ്സ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് രണ്ടും അടങ്ങുന്നുണ്ട്. അതിനോടൊപ്പം നെഗറ്റീവ് നമ്പേഴ്സും കൂടി വരുമ്പോഴാണ് ഇൻറ്റീജേഴ്സ് ആവുന്നത്. സോ നെഗറ്റീവ് നമ്പേഴ്സ്, 0 ആൻഡ് പോസിറ്റീവ് നമ്പേഴ്സ്. ഇതൊരു നമ്പർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതേ ഓർഡറിലാണ്. ലെഫ്റ്റിൽ നെഗറ്റീവ് നമ്പേഴ്സ്, നമ്പർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നടുവിൽ 0 വരും. ലെഫ്റ്റിൽ നെഗറ്റീവ് നമ്പേഴ്സ്, -3, -2, -1, പിന്നെ 0. അത് കഴിഞ്ഞിട്ട് +1, +2, +3. ഇങ്ങനെയാണ് ഇൻറ്റീജേഴ്സ് വരുന്നത്. ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പേഴ്സ്, 0 ആൻഡ് പോസിറ്റീവ് നമ്പേഴ്സ്. ഇതാണ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. -3 ആണ് ഈ ഒരു നമ്പർ ലൈനിൽ ഏറ്റവും ലീസ്റ്റ് വാല്യൂ വരുന്നത് -3-നാണ്. -3-നേക്കാളും വലുതാണ് -2, അതിനേക്കാളും വലുതാണ് -1, അതിനേക്കാളും വലുതാണ് 0, അതിനേക്കാളും വലുതാണ് 1, 2, 3, അങ്ങനെ പോകും. അപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, സീറോൻ്റെ ലെഫ്റ്റിലുള്ളതൊക്കെ സ്മോളർ വാല്യൂ, 0ൻ്റെ റൈറ്റിലേക്കുള്ളതൊക്കെ ഹയർ വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, 0-നേക്കാളും ചെറുതാണ് നെഗറ്റീവ് നമ്പർ, 0-നേക്കാളും വലുതാണ് പോസിറ്റീവ് നമ്പേഴ്സ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി അത് കഴിഞ്ഞാൽ വരുന്നത് റാഷണൽ നമ്പേഴ്സാണ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ Q, ക്യാപിറ്റൽ ലെറ്റർ Q. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എനി നമ്പർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം P/Q. അതായത് ഫ്രാക്ഷൻ്റെ ഫോം. ഫ്രാക്ഷൻ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് എ ഹോൾ. ഫ്രാക്ഷൻ്റെ ഫോമിൽ എഴുതാൻ പറ്റുന്ന ഏതൊരു നമ്പറിനെയും നമ്മൾ റാഷണൽ നമ്പർ എന്ന് വിളിക്കും. അപ്പോൾ അത് ഏത് ഉറക്കത്തിൽ നിന്ന് വയ്ക്കുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ പറയാൻ പറ്റുന്നത് എനി നമ്പർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം P/Q, where P and Q are integers, and Q not equal to 0. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. വാട്ട് ആർ റാഷണൽ നമ്പേഴ്സ്? എനി നമ്പർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം P/Q, where P and Q are integers and Q not equal to 0. അതായത് ഇപ്പോൾ -3/2, ദിസ് ഇസ് എ റാഷണൽ നമ്പർ. -3 ഇൻറ്റീജർ ആണ്, 2 ഇൻറ്റീജർ ആണ്, P/Q ഫോമിലാണ്. 2 നോട്ട് ഈക്വൽ ടു 0, 2 0 അല്ല. 0 ആയാൽ നോട്ട് ഡിഫൈൻഡ് ആവും. അപ്പോൾ എനി നമ്പർ ബൈ 0 ഇസ് നോട്ട് ഡിഫൈൻഡ്. ചെറിയ ക്ലാസ്സസിലൊക്കെ പഠിക്കുന്നതാണ്. എനി നമ്പർ ഡിവൈഡഡ് ബൈ 0 ഇസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ 0 ഡിനോമിനേറ്ററിൽ വരാൻ പാടില്ല, അതായത് Q 0 ആവാൻ പാടില്ല. ആൻഡ് ന്യൂമറേറ്റർ ആസ് വെൽ ആസ് ഡിനോമിനേറ്റർ P and Q ഷുഡ് ബി ഇൻറ്റീജേഴ്സ്. അങ്ങനെ ഏത് നമ്പർ വന്നാലും ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പം നമുക്കിപ്പോൾ ഡെസിമൽ എക്സ്പാൻഷൻസ്, ഏതൊരു ഇൻറ്റീജർ, ഏതൊരു ഹോൾ നമ്പർ, ഏതൊരു നാച്ചുറൽ നമ്പർ, ഏതൊരു ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പറും നാച്ചുറൽ നമ്പറും പെട്ടു. അപ്പോൾ ഏതൊരു ഇൻറ്റീജറും ഒരു റാഷണൽ നമ്പറാണ്. ഫോർ എക്സാമ്പിൾ -3 ഇങ്ങനെ ഒരു സിമ്പിൾ നമ്പർ വന്നാൽ ഇതിനെ P/Q ഫോമിൽ നമ്മൾ എങ്ങനെ എഴുതും? ഡിനോമിനേറ്റർ 1 വയ്ക്കും. എനിത്തിങ് ഡിവൈഡഡ് ബൈ 1 അത് തന്നെയാണ് -3/1. 2നെ നമ്മൾ എങ്ങനെ എഴുതും? 2/1. 0നെ എങ്ങനെ എഴുതും? 0/1. ഇതൊക്കെ Q നോട്ട് ഈക്വൽ ടു 0 എന്നേ പറയുന്നത്. P 0 ആയാൽ കുഴപ്പമില്ല. 0/1 ഇതൊക്കെ റാഷണൽ നമ്പേഴ്സാണ്. ഇനി ഡെസിമൽ എക്സ്പാൻഷൻ വരുന്നത് ഒരിക്കലും ഇൻറ്റീജേഴ്സിൽ പെടുത്താൻ പറ്റില്ല. ദാറ്റ് ഇസ്
1.1 ഇതൊരു ഇൻറ്റീജറാണോ? അല്ല. -1.1 ഇതൊരു ഇൻറ്റീജറാണോ? അല്ല. പക്ഷെ ഇതൊരു റാഷണൽ നമ്പർ ആണോ? അത്. എങ്ങനെ ഇതിനെ റാഷണൽ ആക്കാം? നമ്മൾ 1.1/1 ആണല്ലോ. പക്ഷെ P/Q രണ്ടും ഇൻറ്റീജർ ആയിരിക്കണം. ഇവിടെ P ഇൻറ്റീജർ അല്ല, 1.1 ആണ്. അപ്പോൾ അതിന് ഇൻറ്റീജർ ആക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഇൻറ്റു 10 ചെയ്യും. ന്യൂമറേറ്ററിൽ ഇൻറ്റു 10 ചെയ്ത ഡിനോമിനേറ്ററിലും ഇൻറ്റു 10 ചെയ്യും. ആൻഡ് വിൽ ഗെറ്റ് 1.1 ഇൻറ്റു 10. ഇൻറ്റു ചെയ്യുമ്പോൾ ഇൻറ്റു വിത്ത് 10 ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും റൈറ്റിലേക്ക് പോവുക. ഡെസിമൽ ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ റൈറ്റിലേക്കും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റിലേക്കും കൊണ്ടുപോകുക. ഇവിടെ നമ്മൾ ഇൻറ്റു ചെയ്യണം, അപ്പോൾ റൈറ്റിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ ഇൻറ്റു ചെയ്യണ കാരണം വിൽ മൂവ് ഇറ്റ് ടു ദ റൈറ്റ്. 1.1 നിന്ന് എത്ര പ്ലേസ് ഈ നമ്പറിൽ എത്ര സീറോ ഉണ്ടോ അത്രയും റൈറ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ ഒരു സീറോ ആണ്, 1 പ്ലേസ് 11 കിട്ടും. 11.0 ആണ്, 11 ആവും. ഇവിടെ 1 ഇൻറ്റു 10 ഇറ്റ് ഇസ് 10. അപ്പോൾ 11/10 എന്ന് കിട്ടും. ഇനി -1.1 എങ്ങനെ ചെയ്യും? സെയിം വേ, -1.1/1 ഇൻറ്റു 10/10 വിൽ ഗെറ്റ് -11/10. ഇങ്ങനെയാണ് റാഷണലൈസ് ചെയ്യുന്നത്. ഇനി ഡെസിമൽ എക്സ്പാൻഷൻസിൽ തന്നെ ടൈപ്സ് ഓഫ് ഡെസിമൽ എക്സ്പാൻഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ കണ്ടത് 1.1ന്റെ കേസിൽ കണ്ടത് ഇറ്റ് ഇസ് ടെർമിനേറ്റിംഗ്. എന്താണ് പറയുക? ടെർമിനേറ്റിംഗ്. 1.1 ഇസ് ടെർമിനേറ്റിംഗ്, എവിടെയെങ്കിലും നിൽക്കുന്നുണ്ട് അല്ലെ. 2.236 എവിടെയെങ്കിലും നിൽക്കുന്നുണ്ട്, 6ൽ അവിടെ നിന്നു, അപ്പോൾ ഇറ്റ് ഇസ് ടെർമിനേറ്റിംഗ്. ഇനി പിന്നെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് റെക്കറിങ്. ടെർമിനേറ്റിംഗ് അല്ലെങ്കിൽ വരുന്ന പോസിബിലിറ്റി. ടെർമിനേറ്റിംഗ് നമ്പേഴ്സ് ഒക്കെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ റാഷണൽ നമ്പേഴ്സിൽ പെടുത്താം. നമുക്ക് ടെർമിനേറ്റിംഗ് അവിടെ എഴുതി വയ്ക്കാം. ടെർമിനേറ്റിംഗ് നമ്പേഴ്സ് ആർ ഓൾ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ വന്നാൽ അത് റാഷണൽ നമ്പർ ആയിട്ട് കൂട്ടാം. പിന്നെ എന്താണ് ടെർമിനേറ്റിംഗ് അല്ലെങ്കിൽ പിന്നെ റെക്കറിംഗ് ആണ്. റെക്കറിംഗ് എന്ന് പറഞ്ഞാൽ സെയിം സാധനം വീണ്ടും വീണ്ടും വരും. 1.12 മുകളിൽ ഒരു ബാർ കൊടുക്കുക. ഓക്കെ, ഇതിനെ നമ്മൾ 1.12 റെക്കറിംഗ് എന്നാണ് പറയുക. റെക്കറിംഗ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. അതായത് 1.12 വീണ്ടും 12 വീണ്ടും 12 വീണ്ടും 12. ഇത് ഒരു സ്റ്റോപ്പ് ഇല്ലാണ്ട് ഇങ്ങനെ 1 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെയും നമുക്ക് റാഷണൽ ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ റെക്കറിംഗ് നമ്പേഴ്സ് ആർ ഓൾസോ റാഷണൽ. എന്താണ്? റെക്കറിംഗ് നമ്പേഴ്സ് ആർ ഓൾസോ റാഷണൽ. അതെങ്ങനെയാണ് റാഷണൽ ഫോമിൽ എഴുതാന്നുള്ളത് വേറൊരു വീഡിയോ എടുക്കാം. കാരണം അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വീഡിയോയുടെ മെയിൻ ടോപ്പിക്കിൽ നിന്ന് ഇത്തിരി മാറേണ്ടി വരും. വേരിയബിൾസും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് അത് ഞാൻ ഇപ്പോൾ ഉൾപ്പെടുത്തുന്നില്ല. നമുക്ക് പക്ഷേ ഈ റെക്കറിംഗ് നമ്പേഴ്സിനെയും റാഷണൽ ആക്കി എഴുതാൻ പറ്റും. P/Q ഫോമിൽ എഴുതാൻ പറ്റും എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് അപ്പോൾ റെക്കറിംഗ് നമ്പേഴ്സും ടെർമിനേറ്റിംഗ് നമ്പേഴ്സും എന്താണ്? റാഷണലാണ്. റെക്കറിംഗ് നമ്പേഴ്സും ടെർമിനേറ്റിംഗ് നമ്പേഴ്സും റാഷണലാണ്. അത് എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഇതിനെ നമ്മൾ ഈ 1.12നെ നമുക്ക് 37/33 എന്ന ഫോമിലാണ് എഴുതുക. അതെങ്ങനെ എഴുതാനുള്ള വീഡിയോ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. 37/33 എന്ന ഫോമിലാണ് 1.12നെ നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ ടെർമിനേറ്റിംഗ് ആൻഡ് റെക്കറിംഗ് നമ്പേഴ്സ് ആർ കൺസിഡേർഡ് റാഷണൽ. ഇനി ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്മൾ യൂഷ്വലി ക്യാപിറ്റൽ I ആണ്, അല്ലാണ്ട് 6 വെച്ച് പറയുന്നവരുണ്ട്, പക്ഷേ I ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? റാഷണൽ നമ്പേഴ്സ് എനി നമ്പർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം P/Q where P and Q are integers and Q not equal to 0. അതാണ് റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഇറാഷണൽ എന്തായിരിക്കും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. എനി നമ്പർ ദാറ്റ് കനോട്ട് ബി റിട്ടൺ ഇൻ ദ ഫോം P/Q is known as ഇറാഷണൽ നമ്പർ. അപ്പോൾ ഒരു എക്സാമ്പിൾ എന്താണ്? പൈ. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും അല്ലേ. പൈ എന്ന് പറയുന്നത് ഒരു അന്ത്യമില്ല. നമുക്ക് 3.14 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ഒരിക്കലും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. 3.14 and so on and so on. We can't find out. നമ്മളതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് 22/7 എഴുതും. അപ്രോക്സിമേറ്റ് ചെയ്ത് നമ്മളതിനെ 22/7 എഴുതും. 22/7 പൈ ആണ്? നോ, 22/7 is not equal to പൈ. 22/7 അപ്രോക്സിമേറ്റ്ലി പൈ ആണ്. അതാണ് നമുക്ക് അല്ലാണ്ട് പൈൻ്റെ ഫുൾ വാല്യൂ അറിയാത്തതുകൊണ്ട് ക്ലോസസ്റ്റ് വാല്യൂ ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ഈസിയസ്റ്റ് ആൻഡ് ക്ലോസസ്റ്റ് 22/7 ആയതുകൊണ്ട് നമ്മൾ അതിനെ പൈ ആയിട്ട് എടുക്കുന്നേ ഉള്ളൂ, കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടി. അല്ലാണ്ട് പൈ 22/7 അല്ല. 22/7 ഇസ് എ റാഷണൽ നമ്പർ. കാരണം 22/7 22ഉം 7ഉം ഇൻറ്റീജേഴ്സ് ആണ്. 7 0 അല്ല, P/Q ഫോമിലാണ്. ദിസ് ഇസ് റാഷണൽ. ഇത് റാഷണൽ ആണ്, ക്യൂവിൽ പെടും. 22/7 is rational, but pi is irrational. പൈ നമുക്ക് റാഷണൽ നമ്പേഴ്സിൽ പെടുത്താം. പിന്നെ റാഷണലിൽ വരുന്നത് √2, √3, √5, √2 ഇതൊക്കെ റാഷണലിൽ വരാം. ഓക്കെ, ഇതിൻ്റെ ഒന്നും നമുക്ക് വാല്യൂ കണ്ടുപിടിച്ച് P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സാണ് ഇതൊക്കെ. ഇനി വരുന്നത് കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ബേസിക് സംഭവങ്ങളാണ്. നമ്മൾ പണ്ടത്തെ ചെറിയ ക്ലാസ്സസിൽ 4th 5th 6th പഠിച്ചിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ബട്ട്
അത് നമുക്ക് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പലപ്പോഴും ചെറിയ കാൽക്കുലേഷൻ എറേഴ്സിലാണ് പോകാറ്. അതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. വിച്ച് ഇസ് ഗ്രേറ്റർ, -5 or 5? ഏതാണ് ഗ്രേറ്റർ? ഓബ്വിയസ്ലി ഈ കാര്യം എപ്പോഴും ഓർത്ത് വയ്ക്കുക. സെക്കൻഡ് ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. എല്ലായ്പ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, നെഗറ്റീവ് നമ്പേഴ്സ് എന്താണ്, എപ്പോഴും പോസിറ്റീവിനെയും സീറോനേക്കാളും ചെറുതാണ്. -5 is less than 5. 5 is greater. അപ്പോൾ ഇവിടെ നമുക്ക് 5 സബ്ട്രാക്ട് ചെയ്യാം, വിച്ച് ഇസ് ഗ്രേറ്റർ, 5 is greater. ഇതൊന്ന് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് സെൽഫായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. സോ ഐ വിൽ ഗിവ് ജസ്റ്റ് ദ ടൈം. പോസ് ചെയ്ത് സെൽഫായി ട്രൈ ചെയ്തിട്ട് ദെൻ വിൽ ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കി എന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് കണ്ടിന്യൂ. -56 and -52. ഇവിടെ പലപ്പോഴും ചിലപ്പോൾ ഡൗട്ട് വരാം, -56 ആണോ -52 ആണോ വലുതെന്നുള്ളത്. കാരണം വാല്യൂ വൈസ് ഈ സൈൻ നോക്കാണ്ട് വാല്യൂ വൈസ് നോക്കുമ്പോൾ എന്താണ്, -56 ആണ് 56 ആണ് 52-നേക്കാളും വലുത്. പക്ഷെ സൈൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, -56 ആണ്, സാധാ 56 അല്ല, -56. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഏതാണോ, ഇപ്പം -3 is smaller than -2. ആ കാര്യം, അതായത് ആ നമ്പർ ലൈൻ ഓർത്ത് വെച്ചാൽ മതി. നമ്പർ ലൈനിൽ വലിയ നെഗറ്റീവ് നമ്പേഴ്സ്, -3 കഴിഞ്ഞിട്ടാണ് -2 വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് -1 വരുന്നത്, പിന്നെ 0, 1, 2, 3 അങ്ങനെയാണ് പോകുന്നത്. അപ്പം നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ വാല്യൂ ഹയർ ആവുന്നതോടുകൂടി, അതിൻ്റെ ആ ഡിജിറ്റ്സ് ഹയർ ആവുന്നതോടുകൂടി വാല്യൂ കുറയാണ് ചെയ്യുന്നത്. അതായത് -3 -2-നേക്കാളും ചെറുതാണ്, -2 -1-നേക്കാളും ചെറുതാണ്, -1 0-നേക്കാളും ചെറുതാണ്. അപ്പോൾ -56 is smaller than -52. എപ്പോഴും അത് ഓർത്ത് വയ്ക്കാം. നെഗറ്റീവ് കാര്യത്തിൽ ആ സംഭവം നേരെ ഓപ്പോസിറ്റാണ്, പോസിറ്റീവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഓക്കെ, പോസിറ്റീവ് 56 is greater than positive 52. പക്ഷേ -56 is smaller than -52. ഓക്കെ, നെക്സ്റ്റ് വരുന്നത്, അപ്പോൾ ഇവിടെ നമുക്ക് വിച്ച് ഇസ് ഗ്രേറ്റർ, -52 is greater. -1/2 or 0, -1/2, -half or 0. ഇവിടെയും ജസ്റ്റ് നോക്കിയാൽ മതി, സൈൻ 0 എന്ന് പറയുന്നത് 0ന് സൈൻ ഇല്ല, പക്ഷെ നെഗറ്റീവ് നമ്പേഴ്സ് ആർ ലെസ് ദാൻ 0. -1/2-നേക്കാളും വലുത് ആരാണ്, എപ്പോഴും 0 ആണ്. അപ്പോൾ സൈൻ നോക്കിയാൽ തന്നെ നമുക്ക് ആദ്യം സിമ്പിളാണ്. ഇപ്പോൾ സൈൻ ഉണ്ടായിരുന്നില്ല, +1/2 ആണെങ്കിൽ അഫ്കോഴ്സ് +1/2 is greater than 0. പക്ഷെ ഇവിടെ സൈൻ ഉണ്ട്, നമ്മൾ സൈൻ നോക്കി ചെയ്യും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ ഇവിടെ -1/2 അല്ല വലുത്, 0 ആണ് വലുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 0.70 and 0.8. 0.70 and 0.8. ഇവിടെയും പലവർക്കും മിക്ക പ്രാവശ്യം ഇതിനെ വായിക്കുമ്പോൾ തെറ്റിക്കാറുണ്ട്. 0.70 എന്നാണ് പലവരും ഇത് വായിക്കുക. ഒരിക്കലും അങ്ങനെ വായിക്കരുത്. നമ്മുടെ ഡെസിമൽ എപ്പോഴും 0.70, ഇപ്പോൾ 0.17 അല്ലാണ്ട് 0.17 എന്ന് വായിക്കരുത്. ഇത് ഇങ്ങനെ തന്നെ വായിക്കും. 0.70 എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഡെസിമൽസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ 71, 0.71 and 0.80, ഇതിൽ ഏതാണ് വലുത്, അല്ലെങ്കിൽ 80 വേണ്ട, 0.8, ഇതിൽ ഏതാണ് വലുതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഏതാണ്, ഏത് വാല്യൂ, ഇവിടുത്തെ വാല്യൂ ആണ് ആദ്യം നോക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് പോകാറുള്ളൂ. 10th നോക്കുക, അത് കഴിഞ്ഞിട്ട് 100th പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ 7 ആണോ 8 ആണോ വലുത്, 8 ആണ്, ഇത് തന്നെയാണ് വലുത്. ഓക്കെ, ഈ 0ന് അവിടെ വാല്യൂ ഇല്ല. 0 ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്, 0.71 or 0.72. ഇവിടെ വരുമ്പോഴേ നമുക്ക് ഈ പൊസിഷന് വാല്യൂ വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഇതിന് വാല്യൂ വരുന്നുണ്ട്, 72 ആണ് ഗ്രേറ്റർ ദാൻ 7. പക്ഷെ ഇവിടെ നമുക്ക് ആദ്യം നോക്കുക ഇവിടത്തെയാണ്, അത് കഴിഞ്ഞിട്ടേ റൈറ്റിലോട്ട് പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതെപ്പോഴും ഡെസിമലിൻ്റെ കാര്യത്തിൽ പലപ്പോഴും മിസ്റ്റേക്ക് വരാറുള്ള സംഭവമാണ്, അതൊന്ന് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് 0.8 is greater than 0.70. Circle that. Next question, sort into the suitable number types. Okay, 5, -5. -5 എന്ന് പറയുന്നത്, is it a natural number? No. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1 തൊട്ട് അങ്ങനെ പോസിറ്റീവ് നമ്പേഴ്സേ ഉള്ളൂ. ഇസ് ഇറ്റ് എ ഹോൾ നമ്പർ? നോ. ഹോൾ നമ്പർ എന്ന് പറയുമ്പോൾ 0 ആൻഡ് നാച്ചുറൽ നമ്പർ അത്രേ ഉള്ളൂ. ഇസ് ഇറ്റ് എൻ ഇൻറ്റീജർ? യെസ്. അപ്പോൾ അതെന്താണ്, ഇൻറ്റീജർ ആണ്. ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ Z, എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് Z. -5 -5.5, ഇസ് ഇറ്റ് എൻ ഇൻറ്റീജർ? നെഗറ്റീവ് ആണെന്നും വെച്ച് ഇൻറ്റീജർ ആവണമെന്നില്ല. ഇൻറ്റീജേഴ്സിന് ഒരിക്കലും ഡെസിമൽ എക്സ്പാൻഷൻ വരില്ല. ഇറ്റ് ഇസ് എ റാഷണൽ നമ്പർ. റാഷണൽ ആയിട്ട് എഴുതി കൂടെ, -55/10 എന്ന് എഴുതാം. ഇറ്റ് ഇസ് എ റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് Q. 0, ഇസ് ഇറ്റ് എൻ ഇൻറ്റീജർ? യെസ്. ഇസ് ഇറ്റ് എ ഹോൾ നമ്പർ? യെസ്. അപ്പോൾ ആദ്യം നമുക്ക് ഹോൾ നമ്പറിന് എഴുതാം, പിന്നെ നമുക്ക് ഇൻറ്റീജറിന് എഴുതാം. ഓക്കെ, ഇവിടെ -5 ഒരു റാഷണൽ നമ്പറും കൂടി അല്ലേ? അതെ, റാഷണൽ നമ്പറാണ്.
ഇതും ഒരു റാഷണൽ നമ്പറും കൂടിയാണ്. 0 ഇസ് എ റാഷണൽ നമ്പർ, 0/1. അപ്പോൾ ഏതൊക്കെ പോസിബിൾ വരുമോ അതൊക്കെ എഴുതാം, പോസിബിലിറ്റീസ് എല്ലാം എഴുതാം. 22/7 ഇസ് റാഷണൽ നമ്പർ. റാഷണൽ ആണ്, റാഷണൽ അല്ല, പൈ ആണ് റാഷണൽ. 22/7 റാഷണൽ ആണ്. അയ്യോ 0 2 പ്രാവശ്യം, സോറി. 123 ഇറ്റ്സ് എ നാച്ചുറൽ നമ്പർ, ഇറ്റ് ഈസ് എ ഹോൾ നമ്പർ, ഇറ്റ് ഈസ് എൻ ഇൻറ്റീജർ ആൻഡ് ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ. ഇനി 107.007 ഇസ് എ റാഷണൽ നമ്പർ. പോയിന്റ് ഡെസിമൽ വരുമ്പോൾ എപ്പോഴും റാഷണൽ ആണ്. പൈ ഇസ് ഇറാഷണൽ. 0.147 ആൻഡ് 7ന്റെ മുകളിൽ നമുക്ക് ബാർ വന്നിട്ടുണ്ട്. ബാർ വരുമ്പോൾ ഇറ്റ് ഇസ് റെക്കറിങ് ആൻഡ് ആസ് ഐ സെഡ് ബിഫോർ റെക്കറിങ് നമ്പേഴ്സ് ആർ ഓൾസോ റാഷണൽ. എങ്ങനെ? ഇനി ഓൾ ദ നമ്പേഴ്സ് വെദർ ഇറ്റ് ഇസ് ഇറാഷണൽ ഓർ റാഷണൽ ദേ കം അണ്ടർ റിയൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ് ആയാലും റാഷണൽ നമ്പേഴ്സ് ആയാലും ദേ ആർ റിയൽ നമ്പേഴ്സ്, ക്യാപിറ്റൽ ആണ്. ഓക്കെ. ഇനി റിയൽ അല്ലാത്ത കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, ഇമാജിനറി നമ്പേഴ്സ്. അതൊന്നും ഇപ്പോൾ വേണ്ട, ഹയർ ക്ലാസ്സിലെ ആവശ്യം വരുന്നു. ആൻഡ് ഇമാജിനറി നമ്പേഴ്സ് ആൻഡ് റിയൽ നമ്പേഴ്സ് ഫോം കോംപ്ലക്സ് നമ്പർ സിസ്റ്റം. ഓക്കെ. ഇനി റിയൽ നമ്പേഴ്സിന്റെ വാല്യൂ ആണോ, എണ്ണമാണോ, റാഷണൽ ഇൻറ്റീജർ റാഷണൽ നമ്പേഴ്സിന്റെ എണ്ണാണോ, റാഷണൽ നമ്പേഴ്സിന്റെ എണ്ണാണോ കൂടുതൽ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ദാറ്റ് ഈസ് റാഷണൽ നമ്പറാണോ കൂടുതലെന്ന ചോദ്യം വരികയാണെങ്കിൽ പലപ്പോഴും വിചാരിക്കുന്നത് റാഷണൽ നമ്പർ കുറവാണെങ്കിൽ നമ്മൾ √2 അങ്ങനെ കാണാറുള്ളൂ. പക്ഷേ റാഷണൽ നമ്പേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ കൂടുതലെന്ന് കരുതപ്പെടുന്നത്. കാരണം എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആർ കൗണ്ടബിളി ഇൻഫിനിറ്റ്, ഇറാഷണൽ നമ്പേഴ്സ് ആർ അൺകൗണ്ടബിളി ഇൻഫിനിറ്റ്. ഒരു റാഷണൽ നമ്പർ, രണ്ട് റാഷണൽ നമ്പറിൻ്റെ ഇടയിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റാഷണൽസും കണ്ടുപിടിക്കാം. റാഷണൽസിൻ്റെ കേസിൽ 1.1, 1.12, 1.13 അങ്ങനെ കൗണ്ടബിളി ഇൻഫിനിറ്റ്. റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ 1.1234, 1.2345, 1.345 ഏത് കോമ്പിനേഷനിൽ വേണമെങ്കിലും നമുക്ക് അൺകൗണ്ടബിളി ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ നമ്മൾ കണക്കാക്കുന്നത് റാഷണലാണ് കൂടുതലെന്നാണ്. ബോത്ത് ആർ ഓൾമോസ്റ്റ് ഇൻഫിനിറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, that question is completed. First question and second question is completed. Third question ഫൈൻഡിങ് ആണ്, അതായത് ഓപ്പറേഷൻസ് ആണ്. -2/7 ഡിവൈഡ് ബൈ -4/6. -2/7 ഡിവൈഡ് ബൈ -4/6 അല്ലേ? അങ്ങനെയല്ലേ? യെസ്. ഇവിടെ ഓർക്കേണ്ടത് എപ്പോഴും റാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് ഇൻഡു ചെയ്യുമ്പോൾ നേരിട്ട് അങ്ങനെ ഇൻഡു ചെയ്യാം അല്ലേ? ഇൻഡു ചെയ്യുമ്പോൾ -2/1 ഇൻഡു -3/2 ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഇൻഡു ചെയ്യുമ്പോൾ പോസിറ്റീവ് കിട്ടും, +6/2 കിട്ടും. പ്ലസ് ചെയ്യുമ്പോൾ നമ്മൾ ലൈക്ക് ആക്കണം. 2/1 + 3/2. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റേഴ്സിൻ്റെ HCF കണ്ടുപിടിക്കുക. 2 ആണ്. LCF കണ്ടുപിടിക്കുക. ദെൻ 2 ആണ്. അതിലേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2 ആണ്. 2 × 2 4 കണ്ടുപിടിക്കുക. 4/2 + 3/2 7/2 will be the answer. 7/2 will be the answer. ഓക്കെ. അപ്പം അങ്ങനെയാണ് ഡിവൈഡ് അഡീഷൻ ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും അൺലൈക്ക്, അതായത് ഡിനോമിനേറ്റേഴ്സ് സെയിം ആവാതെ തന്നെ നമ്മൾ അൺലൈക്ക് എന്ന് പറയും. അൺലൈക്കിനെ ലൈക്ക് ആക്കുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും നേരിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി. പക്ഷേ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2/7 ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് -4/6 എന്ന് പറഞ്ഞാൽ തലയിരിച്ചിടുക. 6/4. 6/-4 അല്ല, നമ്മളെപ്പോഴും ഈ മൈനസിനെ എപ്പോഴും സ്റ്റാൻഡേർഡ് ഫോം ഓഫ് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ മൈനസ് നമ്മൾ മോഡിക്ക് ഇടുകയാണ് പതിവ്. ഓക്കെ. -6/4ൻ്റെ -4/6ൻ്റെ റെസിപ്രോക്കൽ -6/4 ആണ്. ഇറ്റ് വിൽ ബി നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. 6 × 2 12/7 × 4 is 28. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. 2 വരുമ്പോൾ 6 ടൈംസ് പോവും ആൻഡ് 1 4 ടൈംസ് 6/4 കിട്ടും. ഇതാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇൻറ്റീജേഴ്സിൻ്റെ ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഇൻറ്റീജേഴ്സിൻ്റെ എങ്ങനെയാണ് വരുന്നതെന്നുള്ള ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അതും കൂടി ഒന്ന് നോക്കാം. ഇൻറ്റീജേഴ്സിൽ ഓപ്പറേഷൻസ് 6th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻറ്റീജേഴ്സ്, NCERT ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതിൽ വരുന്ന ടോപ്പിക്സ് ആണ് ഇൻറ്റീജേഴ്സിൻ്റെ ഓപ്പറേഷൻസ്. പോസിറ്റീവ് നമ്പർ പ്ലസ് പോസിറ്റീവ് നമ്പർ, അല്ലെങ്കിൽ മൈനസ് പോസിറ്റീവ് നമ്പർ, അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ പ്ലസ് നെഗറ്റീവ് നമ്പർ. അതായത് സെയിം സൈൻ വരുമ്പോൾ എപ്പോഴും അതേ സൈൻ തന്നെയാണ് വരിക, ഈക്വൽ ടു അതേ സൈൻ തന്നെയാണ് വരിക. ഇനി ഡിഫറെൻറ്റ് സൈൻസ്, പോസിറ്റീവ് നമ്പർ പ്ലസ് നെഗറ്റീവ് നമ്പർ, 5 + -2, 5 + -2 വരുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5 - 2 എത്ര കിട്ടുക? 3. എന്നിട്ട് ഏതിൻ്റെയാണോ വാല്യൂ, സൈൻ നോക്കണ്ട, ഡിജിറ്റിൻ്റെ വാല്യൂ
ഏതിൻ്റെ ആണോ കൂടുതൽ, 5 ആണോ 2 ആണോ 5 ആണ്, അതിൻ്റെ സൈൻ എടുത്തില്ല പ്ലസ് 3. അത് തന്നെ ഇപ്പോൾ -5 +2 ആണെന്ന് വയ്ക്കും, +2 ആണെന്ന് വയ്ക്കും. അപ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് 3 കിട്ടി. ഓക്കെ, ഇപ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് 3 കിട്ടി. ഏതാണ് വലുത്? -5 ആണോ 2 ആണോ എന്ന് വെച്ചാൽ 2 ആണ് വലുത്. പക്ഷേ നമ്മൾ സൈൻ നോക്കാണ്ട് 5 ആണോ 2 ആണോ വലുത് 5. എന്നിട്ട് അതിൻ്റെ സൈൻ ഏതാണ്? So the question was 0.006 divided by 200. Okay. അതൊന്ന് മാറ്റി പിടിക്കട്ടെ. യെസ്, 0.006 ഡിവൈഡഡ് ബൈ 200. ഇത് ചെയ്യാൻ ഡിവൈഡ് ചെയ്ത് നോക്കാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ 200-നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് എങ്ങനെ 2 × 100 എന്ന് എഴുതാം അല്ലേ, 2 × 100 എന്ന് എഴുതാം. നമുക്കിതിങ്ങനെ ചെയ്താൽ പോലെ 0.006 ഡിവൈഡ് ബൈ 2 × 100-നെ വേണമെങ്കിൽ ആദ്യം × 2 ചെയ്യാം, അല്ലെങ്കിൽ × 100 ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 0.006 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. ആദ്യം ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 0.003 എന്ന് കിട്ടും. ഇനി പിന്നെ ഡിവൈഡഡ് ബൈ എന്താണ് വരുന്നത്? പിന്നെ 100 ആണ് വരുന്നത്. പിന്നെ ഡിവൈഡഡ് ബൈ 100. 100ഓടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും എങ്ങടാ പോവുക? ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും എങ്ങടാ പോവുക? റൈറ്റിലേക്ക്. ഇൻഡു ചെയ്യുമ്പോൾ ഡെസിമലിൻ്റെ കാര്യത്തിൽ ഇൻഡു ചെയ്യുമ്പോൾ റൈറ്റിലേക്കും, ഡിവൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്കും. ഇൻഡു ചെയ്യുമ്പോൾ റൈറ്റിലേക്കും. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഡെസിമൽ പോയിന്റ് കിടക്കുകയാണ്. എത്ര പോയിന്റ് പോകണം? ഡിവൈഡ് ബൈ 100 ആണ്. ഈ സൈഡ് നോക്കരുത് കേട്ടോ, ഇത് അല്ല, ഇതാണ് നോക്കരുത്. ഡിവൈഡഡ് ബൈ 100 രണ്ട് പ്ലേസ് ആണ്. അപ്പോൾ ആദ്യത്തെ പ്ലേസ് കൊടുക്കുക, പിന്നെ ഒന്നും കൂടി പോയിട്ട് ഇവിടെയാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്നുമില്ലല്ലോ, അവിടെ നമുക്കൊരു 0 ഇടാം. അപ്പോൾ 0. എത്ര 0? 1 2 3 4. 0.003. This is the answer. Okay, ഇതാണ് ആൻസർ വരുന്നത്. Okay. Next question is 4 + 2 times 3 - 1 the whole. 4 + 2 times 3 - 1 the whole. ഇതിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ബോഡ്മാസ് അല്ലെങ്കിൽ പെംഡാസ്, വാട്ട് എവർ ഇറ്റ് ഇസ്. ബോഡ്മാസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് B stands for bracket. O stands for order. D stands for division. M stands for multiplication. A stands for addition. S stands for subtraction. ആദ്യം ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്തുണ്ടോ അത് ചെയ്യുക, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനുണ്ടോ അത് ചെയ്യുക. ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൻ്റെ അകത്ത് 3 - 1 ഉണ്ട്. അപ്പോൾ ആദ്യം അത് ചെയ്യണം. 4 + 2 ടൈംസ് ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്താണ് 3 - 1 = 2. അത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ്പോണൻസ് അല്ലെങ്കിൽ സർഡ് അങ്ങനത്തെ സംഭവങ്ങൾ, എക്സ്പോണൻസ്, റൂട്ട് അങ്ങനത്തെ സംഭവങ്ങളാണ്. അത് ഇവിടെ ഇല്ല, അതുകൊണ്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ യൂഷ്വലി ലെഫ്റ്റ് ടു റൈറ്റ് ഓർഡറിലാണ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അല്ലെങ്കിൽ നമ്മളുടെ ബോഡ്മാസ് വെച്ച് ശരിക്കും ഡിവിഷൻ ആദ്യം വരികയാണ്, അപ്പോൾ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം വരിക. അപ്പോൾ 2 × 2 4. അപ്പോൾ 4 + 2 × 2 4 കിട്ടി. അത് കഴിഞ്ഞിട്ട് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആണ് ആദ്യം വരുന്നെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യുക ലെഫ്റ്റ് ടു റൈറ്റ് ഓർഡറിൽ. ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും ടാക്കിൾ ചെയ്യേണ്ടത് ഒരു പ്രോബ്ലം കിട്ടിയ. ലെഫ്റ്റ് ടു റൈറ്റ് ഓർഡറിൽ സബ്ട്രാക്ഷൻ ആണ് ആദ്യം വരുന്നെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യുക, അഡീഷൻ ആണ് ആദ്യം വരുന്നെങ്കിൽ അഡീഷൻ ചെയ്യുക. അത് ഈ സംഭവങ്ങൾക്ക് മാത്രം. ഓക്കെ, ഈ ബ്രാക്കറ്റ് ഓപ്പണിംഗ് അതിനൊന്നും ഇല്ല, അത് നമ്മൾ ഈ ഓർഡറിൽ തന്നെ ചെയ്യണം. അതിനാണ് ബോഡ്മാസ് ഓർഡർ. ഓക്കെ, എനിവേസ് ഇവിടെ അഡീഷൻ മാത്രമേ ഉള്ളൂ. 4 + 4 is 8 is the answer. Final answer 8. So that's it. We did the third question. അപ്പോൾ 3 question practice questions കഴിഞ്ഞു. So that's it. We'll see in the next video. If you have any doubt, you can post it in the comment. Thank you.